எல்லாமே இங்கே இருக்குது. ஸ்கூல்ஸ், காலேஜஸ் எல்லாமே இங்கே இருக்குது. எதுவும் இல்லைன்னு சொல்ல முடியாது. இது ஒரு இன்டர்നാഷണൽ ടൗൺഷിപ്പ്. ഭൂമിയിൽ തന്നെ ഒരു സ്വർഗമുണ്ടാക്കി അവിടെ നന്മയുള്ള സഹജീവികളുമൊത്ത് സമാധാനമായും സാഹോദര്യത്തോടെ കഴിയാനും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അവനവൻ ഇഷ്ടമുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ട് വിശ്വമാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാൻ പറ്റിയൊരിടം ഈ ആകാശത്തിനു ചുവട്ടിലുണ്ടെന്നറിഞ്ഞാൽ ആരാണ് സർവ്വതും പിന്നിലുപേക്ഷിച്ച് അങ്ങോട്ട് പോവാതിരിക്കുക? Super good vibes. You will really like. And whoever like meditation and calm life, you can come and settle here. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിളിക്കാവുന്ന ഒരു പട്ടണമാണ് ഓറോവിൽ. ചെന്നൈയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ വില്ലുപുരം ജില്ലയിലാണ് ഓറോവിൽ സ്ഥിതി ചെയ്യുന്നത്. പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമായ പോണ്ടിച്ചേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ. ഇന്ത്യയുടെ തെക്കുകിഴക്ക് കിടക്കുന്ന കൊറോമണ്ടൽ തീരത്ത് നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി 20 ചതുരശ്ര കിലോമീറ്റർ പരന്നുകിടക്കുന്ന മെട്രോപോളിസ് പോലെ. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും മറ്റൊരിടം ഇല്ല. Salut d'Auroville à tous les hommes de bonne volonté. Sont conviés à Auroville tous ceux qui ont soif de progrès et aspirent à une vie plus haute et plus vraie. ഓറബിന്ദു ഘോഷ് എന്ന സ്വാതന്ത്ര്യ സമര സേനാനി തൻ്റെ ജീവിത സായാഹ്നത്തിൽ ആത്മീയതയുടെ വഴി തിരഞ്ഞെടുത്തപ്പോൾ ആധ്യാത്മിക അന്വേഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹയാത്രികയായിരുന്ന ദ മദർ എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് വനിത മിറ അൽഫാസ 1968 ആരംഭിച്ചതാണ് ഓറോവിൽ എന്ന നഗരം. இப்போ நீங்கள் பார்த்தீங்கன்னா ஆக்சுவலாக வந்து இங்கே வந்து ஆரோவில் பொறுத்த வரைக்கும் கம்ப்ளீட்லி வந்து ஃபாரினர்ஸ் ஆக்குபைடாக இருக்கிறதுனால இங்கே வர்றவங்க ஃபுல் அண்ட் ஃபுல் வந்து மெடிடேஷனை பற்றி செக் பண்ணுறதுக்காகவும் இங்கே இருக்கிற குளோபை பார்க்குறதுக்காக வேண்டி கம்ப்ளீட்டாக வருவாங்க. இதில் நீங்கள் செக் பண்ணிங்கன்னா நீங்கள் பக்கத்தில் போகும்போது ஒரு ரேடியேஷன் ஜாஸ்தியாக இருக்கும். அதோட பக்கத்தில் போக போக நம்மளோட ரேடியேஷன் நம்மளோட மனசில் இருக்கக்கூடிய எல்லா மனசு கிளியராக இருந்துச்சு அப்படின்னா அது பக்கத்தில் போகும்போது ரொம்ப ரொம்ப நம்ம நல்ல ஒரு வைப்பு கிடைக்கும். அதுக்காக வேண்டிட்டு மோஸ்ட்லி பர்சன்ஸ் வந்து இங்கே வந்து கம்ப்ளீட்டாக இதை பார்க்காம போகவே மாட்டாங்க. ஆல்மோஸ்ட் நீங்கள் ஆஃப்ரிக்கா, லண்டன் எந்த ஸ்டேட்லேருந்து வேணாலும் இங்கே வருவாங்க. ஆக்சுவலாக வீக்கெண்டு பார்த்தீங்கன்னா டோட்டலாகவே இங்கே வந்து கிட்டத்தட்ட ஒரு 4000-5000 மக்கள். இந்த அளவுக்கு ரஷ் இதை விட டூ மச் ரஷ்ஷாக இருக்கும் இந்த ആരോവിൽ. 19 വർഷങ്ങൾക്ക് മുന്നേ നടന്നാൽ കാലടികൾ വെന്തുപോകുന്ന ഒരു വരണ്ട പീഠഭൂമി മാത്രമായിരുന്നു ഓറോവിൽ. 3930 ഏക്കറിൽ അന്ന് ആകെ ഉണ്ടായിരുന്നത് ഒരു ആൽമരം മാത്രമായിരുന്നു. മദറിൻ്റെ വിളിപ്പുറത്ത് 300ഓളം വിദേശികൾ ഇവിടേക്ക് കുടിയേറിപ്പാർത്ത ആ നിമിഷം മുതൽ ആ പ്രദേശത്തിൻ്റെ തലവര തന്നെ മാറി തുടങ്ങിയിരുന്നു. Greetings from Auroville to all men of goodwill are invited to Auroville, all those who thirst for progress and aspire to higher and truer life. ഇതായിരുന്നു റേഡിയോയിലൂടെ മദർ തൻ്റെ പിന്മുറക്കാർക്ക് നൽകിയ സന്ദേശം. സാധന ഫോറസ്റ്റ് ഒരു അന്താരാഷ്ട്ര സന്നദ്ധ ധർമ്മ സംഘടനയാണ്. അവർ
പരിസരവാസികളെയും സന്നദ്ധ സേവകരെയും പരിസ്ഥിതി പുനരുദ്ധാരണത്തെപ്പറ്റിയും സുസ്ഥിര ജീവിതത്തെപ്പറ്റിയും പഠിപ്പിക്കുന്നു. ഇത് ഒരു ദേശീയതയുടെയും ആളുകളുടേതുമല്ല. ദീർഘകാലവും ഹ്രസ്വകാലവുമായ സന്നദ്ധ പ്രവർത്തകർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ഒരാൾക്ക് എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാട്. പരിസ്ഥിതിയോടും പ്രകൃതിയോടും ഇണങ്ങി സഹകരിച്ചാണ് സാധനാവനം പ്രവർത്തിക്കുന്നത്. ഈ ഗ്രിഫ്റ്റ് കമ്മ്യൂണിറ്റിയിൽ സങ്കീർണമായ വികാരങ്ങളും അഹംഭാവവും മനുഷ്യരെ കീഴടക്കുന്നതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ചുവടുകൾ പിന്നോട്ടു പോയി ഒരു ജീവിതരീതി പരിശീലിക്കുന്നു. ഇവിടെ ഒരാൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നു, നിത്യഹരിത വനം വളർത്തുന്നതിൽ സേവ ചെയ്യുന്നു, ഒപ്പം സുസ്ഥിരമായ ഒരു സമൂഹത്തെ വികസിപ്പിക്കാനും നിലനിർത്താനും സഹായിക്കുന്നു. 2003 യോറിറ്റും അവിറാം റോസിനും ചേർന്നാണ് സാധനാവനം സ്ഥാപിച്ചത്. പരിസ്ഥിതി സൗഹൃദ ജീവിത രീതിയിലാണ് സാധന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. That's why if you see the Sadhana forest, it's the name of Sanskrit. Sadhana means in Sanskrit, sadhana means in English, it's not a right word to exact word in not in English, but similar to that word, it's called practice. Sadhana means practice. So if you do practice, so you will be more aligned your perspective. So you will be more conscious. You will be more rejuvenated. The cows, I really like the cow, so Goshala is the best seva, so the best thing we can do here, because the cow has good vibes. Once you realize how you manifest that process, no, it's in the journey also. So it's in the, while you're doing that practices, you will be aligned. It's in the perspective will be aligned. That's the thing behind this concept. ഓറോവില്ലിൽ മറ്റു ഭാഗങ്ങളെ പോലെ വൃക്ഷലതാദികൾ തഴച്ചു വളരുന്ന മറ്റൊരിടമാണ് സോളിറ്റ്യൂഡ് ഫാം. ഇവിടെ മണ്ണും മൃഗവും മനുഷ്യരുമെല്ലാം ഒരേ കുടക്കീഴിൽ. മനുഷ്യരെയും മൃഗങ്ങളെയും എന്നപോൽ മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കുന്നവർ. ഇവിടുത്തെ കൃഷിയിൽ കീടനാശിനികളോ വളങ്ങളോ ഉപയോഗിക്കാറില്ല. കൃഷിയോടൊപ്പം തന്നെ കന്നുകാലി വളർത്തലിനും ഇവർ പ്രാധാന്യം നൽകുന്നു. Yeah, Auroville basically spiritual place, but since all people are coming from different places and we are hanging out with different nationalities, so it's a kind of hanging place also. Who likes the slow life and meeting more people and learning daily, and also like the spirituality, they like Auroville. ഇന്ത്യയിലിപ്പോൾ നിലവിലുള്ള മറ്റു പല മുന്നേറ്റങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. അവയിൽ പലതും ആ വ്യക്തിയുടെ മരണത്തോടെ ക്ഷയിച്ച് മണ്ണടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓറോവിൽ എന്നത് കുറെ കൂടി വിശാലമായൊരു നവോത്ഥാന സങ്കല്പമാണ്. ഓറോവിൽ എന്നത് ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യക്ക് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു അപൂർവ മാതൃകയാണ്. ആത്മാവിന് ശാന്തി തേടി ഉള്ളിൽ ആത്മീയതയുടെ ദീപങ്ങൾ കൊളുത്താൻ ഒരു കൂട്ടായ്മയെ സഹകരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ ഇടമാണ്.